കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു യുവാവിനെ 25 വെട്ടിയിട്ട് കൊലപ്പെടുത്തുക. ഒരു ഓട്ടോ ഡ്രൈവർ, ഒരു സാധാരണക്കാരൻ. 2 പതിറ്റാണ്ട് മുമ്പാണ് ആ കൊലപാതകം നടന്നത്. അതൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. അതിനകത്ത് 9 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. നമുക്കറിയാം, ഒത്തിരി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ മണ്ണാണ് നമ്മുടെ നാട്ടിൽ. ഓരോ കുടുംബത്തിനും അത്താണികളെ നഷ്ടപ്പെടുകയാണ്. അച്ഛനമ്മമാർക്ക് പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിലെ ഒരു കൊലപാതകത്തിൻ്റെ നാൾവഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരു കേസിൽ ഈ പറയുന്ന മുഴപ്പിലങ്ങാട് സൂരജ് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മൃഗീയമായി കൊല്ലപ്പെട്ടത്. ഞാൻ പറഞ്ഞല്ലോ, 25 വെട്ടുകൾ വെട്ടി ആ മനുഷ്യരുടെ തല തന്നെ പിളർന്നു പോയി എന്നാണ് പറയുന്നത്. ആ കൊലപാതകത്തിൻ്റെ നാൾവഴികൾ. അതിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് പി പ്രേമരാജ് നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ സൂരജ് വധത്തിൻ്റെ നാൾവഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം, പ്രേക്ഷകർക്കും ഒപ്പം പി പ്രേമരാജനും. ചീഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ചീഫും ക്രോസും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ചീഫ് ഒരു ദിവസം ഏകദേശം നീണ്ടു നിന്നു. ഒരു ദിവസം നീണ്ടു നിന്നു. ആദ്യത്തെ സാക്ഷി? അതെ 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 ഒരു ദിവസം നീണ്ടു. ഒരു ദിവസം നീണ്ടു. പ്രധാന സാക്ഷിയുടെ രേഖകൾ മാർക്ക് ചെയ്യാനും ക്രോസ് വിസ്താരം 2 ദിവസം എടുത്തു. പ്രധാന സാക്ഷിയുടെ സാർ 2 ദിവസം എടുത്തു. സി കെ ശ്രീധരന്റെ ക്രോസിൽ അവര് സാക്ഷികൾ പാളിപ്പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു നിങ്ങളുടെ സാക്ഷികൾ? അതാണ്, അവിടെയാണ് നമ്മളൊരു സാക്ഷികൾ. കാരണം ഈ സാക്ഷികൾ അങ്ങനെയൊക്കെയാണ്. കാരണം സി കെ അദ്ദേഹം വളരെ കേരളത്തിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. വളരെ സമർത്ഥമായിട്ടാണ് അദ്ദേഹം ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതേ സമയത്ത് അദ്ദേഹത്തിന്റെ ക്രോസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരുപാട് കേസുകൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തും അദ്ദേഹത്തിന് ഒന്നിച്ചും അദ്ദേഹത്തിനെതിരായിട്ടും നടത്തിയിട്ടും നമുക്ക് അദ്ദേഹത്തിന്റെ അറിയാം, അദ്ദേഹത്തിന്റെ ശൈലി അറിയാം. അതനുസരിച്ചായിരുന്നു നമ്മൾ ഈ ക്രോസ് വിസ്താരം സാക്ഷികളെ പറഞ്ഞു കൊടുത്ത് ഇന്ന രീതിയിൽ ചോദ്യങ്ങൾ വരും എന്ന് ക്രോസ് വിസ്താരം സാക്ഷികളെ പഠിപ്പിച്ചു കൊടുത്ത് നിന്നത്. അപ്പം അന്നേരം അയാൾ പറഞ്ഞു, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ അതായത് ഈ പുതുതായി വന്ന 2 പ്രതികളെ കുറിച്ചാണ്. 2012 വരെ ഈ 2ഉം 5ഉം പ്രതികളെ കുറിച്ച് നിങ്ങളിപ്പോൾ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചു. അന്ന് സത്യം പറഞ്ഞു, സർ 2007 ഞാൻ ഇതിലെ 5ആം പ്രതിയെ കൊളംബസാറിൽ വെച്ച് 1ആം പ്രതിയുടെ ഒന്നിച്ച് കണ്ടിരുന്നു. ഞാൻ അന്ന് എടക്കാട് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, അവിടുത്തെ SI പറഞ്ഞു, കുറ്റപത്രമൊക്കെ കൊടുത്തുപോയി, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വേണമെങ്കിൽ പ്രൈവറ്റ് അന്യായം കൊടുത്തുപോയി, എനിക്ക് അത്രേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സത്യമാണ് പറഞ്ഞത്. അവിടെ അദ്ദേഹം ഒന്ന് പതറിപ്പോയി ആ ഉത്തരത്തിൽ. രണ്ടാമത്തത് എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും ഇത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ സിൻസിയറിറ്റിയാണ്, ഒരു പ്രതിഭാഗം. ഞാൻ അതല്ല, അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഓട്ടോറിക്ഷയുടെ ഓണർ, ഞാൻ ചീഫ് വിസ്താരം നടത്തുമ്പോൾ ഇവർ ഓട്ടോറിക്ഷയുടെ അവരൊന്നും സപ്പോർട്ട് ചെയ്യില്ല, വണ്ടി റിലീസ് ചെയ്തത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് ഞാൻ ഈ രേഖ മാർക്ക് ചെയ്ത് ആ സാക്ഷിനെ കൊണ്ട് ചീഫിൽ പറഞ്ഞു, നിങ്ങൾ ഹൈക്കോടതിയിൽ ആരാണ് നിങ്ങൾ പെറ്റീഷൻ കൊടുത്തത്? സർ, ഞാൻ ഒപ്പിട്ട് കൊടുത്തതേ ഉള്ളൂ, ഇന്ന ആളാണ്, ഈ കൂട്ടിൽ നിൽക്കുന്ന ഇന്ന ആളുകളാണ് ഹൈക്കോടതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തത്, വണ്ടി ഇറക്കി തരാൻ ചെയ്തത് എന്ന് പറഞ്ഞു. അത് കണ്ട് ഞാൻ നിങ്ങൾ ഒപ്പിട്ട രേഖയല്ലേ ഇത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുത്ത സത്യവാങ്മൂലം ഉണ്ടായിരുന്നു. ആ സത്യവാങ്മൂലം ഞാൻ കോടതിയിൽ ഹാജരാക്കി മാർക്ക് ചെയ്തു. പ്രതിഭാഗം അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. അവിടെയാണ് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു സാധനം മേജർ ആയിട്ടുള്ള അത് കോൺസ്പിറസിയിലേക്കും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റിലേക്ക് 2ലേക്കും ലിങ്ക് ചെയ്യുന്ന ഒരു എവിഡൻസ് ആയിരുന്നു. അത് വളരെ ഇതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ആദ്യം മുതലേ, കാരണം വക്കീലന്മാരൊക്കെ സീനിയേഴ്സ് ഒക്കെ വെച്ചാൽ അവസാന ഘട്ടത്തിലാണ് വരുന്നത്. മറ്റുള്ള ആളുകളാണ് ഈ ഡോക്യുമെന്റ്സ് എടുക്കുക. അവര് കേസ് നോക്കുന്ന സമയത്ത് അവരാരും വരില്ല. അല്ല, ചീഫിന്റെ സമയമല്ല, ഈ വിചാരണയുടെ അവസാന ഘട്ടത്തിലാണ് വരുന്നത്. കേസിന്റെ നിലവിലുള്ള രേഖകൾ എന്താണ്, 10-20 വർഷം കഴിയുമ്പോൾ ഏതൊക്കെ രേഖകൾ ആദ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അവർക്ക് അറിയണമെന്നില്ല. കേസ് ആദ്യം മുതലേ ഒരാൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് കൃത്യമായി എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. ആ 2 കാര്യങ്ങൾ എനിക്ക് വളരെ അഡ്വാൻറ്റേജ് കിട്ടി. അന്ന് 4 മണി വരെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം പോലും കഴിക്കാതെ അത് വായിച്ചു നോക്കി പ്രിപ്പയർ ചെയ്ത് ക്രോസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അത് അതിജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ, അത് സമ്മതിക്കണം അദ്ദേഹത്തിന്റെ. എത്ര ജഡ്ജിമാർ ഈ കേസ് കേട്ടു? വിചാരണ കേട്ട ജഡ്ജിനാണ് ജഡ്ജ്മെന്റ് പറഞ്ഞത്. ഫസ്റ്റ് ഉള്ള വിചാരണ, സത്യത്തിൽ വിചാരണ നടന്നായിരുന്നു? ആദ്യം ഇല്ല, സാക്ഷികൾക്ക് സമൻസ് അയച്ച് അതിനുശേഷം സാക്ഷികൾ ഹാജരായില്ല. പിന്നീടാണ് കേസ് നീണ്ടുപോകുന്നത്. ഇതിന്റെ എല്ലാ സാക്ഷികളും ലൈവ് ആയിരുന്നു. കാരണം 20 വർഷം കഴിഞ്ഞിട്ട് വിചാരണ വരുമ്പോൾ സാക്ഷികളെല്ലാം ലൈവ് ആയിട്ടുണ്ടായിരുന്നു. എത്ര സാക്ഷികൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു? സാക്ഷികള് ഇയാളുടെ അച്ഛൻ മാത്രമാണ് മരിച്ചുപോയത്. അദ്ദേഹം നേരിട്ട് കണ്ടില്ല. പ്രതികളില് 12ആം പ്രതി രവീന്ദ്രൻ എന്നാണ്. അദ്ദേഹത്തിലെ കോൺസ്പിറസി പ്രതിയായിരുന്നു, പ്രധാന പ്രതിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഈ കേസിൽ കൃത്യത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്തതും ഈ 2ഉം 5ഉം പ്രതികളെ കേസിലേക്ക് കണക്ട് ചെയ്തതുമായ 1ആം പ്രതി അദ്ദേഹം ഈ കേസിൽ മരിച്ചുപോയി.
ഒന്നാം പ്രതി മരിച്ചുപോയി. 1ഉം 12ഉം 12 പ്രതികൾ 2 പ്രതികൾ മരണപ്പെട്ടു. 2 പ്രതികൾ മരണപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള ഈ 10 പ്രതികളാണ് വിചാരണ നേരിട്ടത്. 10 പ്രതികളാണ് 10 പ്രതികളാണ് വിചാരണ. അതിൽ 9 പേര് കോൺസ്പിറസിയും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ അടക്കമുള്ളത്. ഒരു പ്രതി ഒന്നാം പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചാണ്. ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണ്, ഒരു സംഭവം നടന്ന് 20 വർഷം കഴിഞ്ഞ് പ്രതികളെ തിരിച്ചറിയുക, അവരെ കോലം മാറും, രൂപം മാറും. ശരീരപ്രകൃതി 20 വർഷം മുമ്പുള്ള പ്രേമൻ വക്കീലല്ലോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയായിരിക്കും കോടതി നോക്കി കാണുന്നുണ്ടാവുക? കാരണം അവര് 20 വർഷം മുമ്പും അവരിവരെ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് അറിയുന്ന ആളുകളാണല്ലോ. പോലീസ് നടത്തിയ പരേഡിലായിരിക്കും. അല്ല പരേഡ് നടത്തിയിരുന്നു. അല്ല, തിരിച്ചറിയൽ പരേഡിന്റെ ആവശ്യം അതാണ് ഞാൻ പറഞ്ഞത്. ഈ കേസില് തിരിച്ചറിയൽ പരേഡ് നടത്താൻ കാരണം 2ഉം 5ഉം പ്രതികൾക്ക് മാത്രമാണ് തിരിച്ചറിയൽ പരേഡ് ആവശ്യം ഉണ്ടായിരുന്നത്. അന്ന് കാരണം അവര് കസ്റ്റഡിയിലായിരുന്നു. അവരുടെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്ന സ്ഥിതിക്ക് നടത്തേണ്ട കാര്യമില്ല. പിന്നെ ആദ്യത്തെ 3 പ്രതികൾ ഇവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. നാട്ടുകാരാണ്. കൂടാതെ ഓട്ടോറിക്ഷ ഡ്രൈവറെ അറിയാമായിരുന്നു. നാട്ടുകാരനാണ്. ഓട്ടോറിക്ഷ അറിയാമായിരുന്നു. അവിടെ ഓടുന്ന ഓട്ടോറിക്ഷ. ഇത് രാഷ്ട്രീയ വിരോധം മാത്രമാണ് ഈ കൊലപാതകത്തിന് പൂർണ്ണമായും പിന്നിലുള്ളത്. ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൽ നിന്ന് മാറി എതിർ രാഷ്ട്രീയത്തിലേക്ക് ചെന്ന് ചില വ്യക്തികളുടെ, കാരണം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന ചില വ്യക്തികളുടെ ഈ പോരായ്മകളും അവരുടെ ചെയ്തികളും ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പാർട്ടി മാറിപ്പോകുന്നത്. അദ്ദേഹത്തിന് ആദ്യം അടിയുറച്ച ഒരു പാർട്ടി അനുഭാവിയായിരുന്നു. പക്ഷെ ആ പ്രദേശത്തുള്ള 1-2 ഈ കേസിലെ ഗൂഢാലോചനയിൽ വന്ന 1-2 നേതാക്കളുടെ ചില ചെയ്തികൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് നേതൃത്വം അവർക്ക് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഇയാൾ പാർട്ടിയിൽ നിന്ന് മാറിപ്പോകേണ്ടത്. ഈ കേസിന്റെ വിചാരണ പൂർത്തിയായിട്ട് കോടതി ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ. കുറ്റക്കാരാണെന്ന് കണ്ടെത്തുമ്പോൾ പ്രതികളുടെ ഒരു മാനസിക നില എന്താണ്? 10 പ്രതികൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അവരോട് കോടതി എന്താണെന്ന് പറഞ്ഞത് വിചാരണ കോടതി പറഞ്ഞു? കാരണം ഈ കേസിൽ അത് ഒരു ചോദ്യം, നിങ്ങൾ ഇത് മൃഗീയമായ കൊല, നിങ്ങളുടെ വാദം എന്തൊക്കെയായിരുന്നു? അവസാന സെന്റൻസ് ഉണ്ടല്ലോ നിങ്ങൾ ഇതിനകത്ത് പറയുന്നത്, അതെന്തൊക്കെയായിരുന്നു? അതായത് ഒരു കൊലപാതകം, ഞാൻ പറഞ്ഞു, അന്ന് തന്നെ പറഞ്ഞു, രാഷ്ട്രീയ കൊലപാതകം അവസാനിപ്പിക്കണം. കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചനയുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു അന്വേഷണമായിരുന്നു അത്. അങ്ങനെ ഗൂഢാലോചന നടത്തി ഒരാളെ 1 വർഷം മുമ്പ് കൊല്ലാൻ ശ്രമിക്കുകയും 1 വർഷം മുമ്പ് കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം സംഭവത്തിന് ഒരാഴ്ച മുമ്പ് വീണ്ടും ഒരു പരാതി കൊടുത്ത അയാൾ വീട്ടിന് പുറത്തെത്തിക്കാൻ ശ്രമിക്കുകയും, നടക്കാൻ വയ്യാത്ത ആളാണ്, ശ്രമിക്കുകയും അതും പരാജയപ്പെട്ട സമയത്ത് രാവിലെ അയാളുടെ മൂവ്മെന്റ്സ് മനസ്സിലാക്കിയിട്ട് അയാളെ പട്ടാപ്പകലെ ആളുകളുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തൊരു സംഭവമാണ്. അതിനകത്ത് എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്? എന്തായിരുന്നു കോടതിയോട്? പരമാവധി ശിക്ഷ കൊടുക്കണം, മാക്സിമം പണിഷ്മെന്റ് കൊടുക്കണം. അതിനെ കൗണ്ടർ ചെയ്ത് എങ്ങനെയാണ് പ്രതിഭാഗം പറഞ്ഞത് FIR ഒരാളുടെ പേരേ ഉള്ളൂ, അയാൾ മരിച്ചുപോയി. പിന്നെ ഓട്ടോറിക്ഷയുടെ ഡിസ്ക്രിപ്ഷനാണുള്ളത്. പിന്നെ ഗൂഢാലോചന രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാക്കിയ ഗൂഢാലോചനയാണ്. കാരണം സൂരജിനെ അത് നിലനിൽക്കില്ല. കാരണം ഇത് സൂരജിനെ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയം ഒരു കാലത്തും ഭരണത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സാഹചര്യം സൂരജിന് ഒരിക്കലും കിട്ടില്ല, ആ അന്വേഷണത്തിനും കിട്ടില്ല. പക്ഷെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാര് സത്യസന്ധന്മാരായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ അന്വേഷണം വളരെ പ്രോംപ്റ്റ് ആയതുകൊണ്ടാണ്. ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം പറയാം. ഈ രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ 2 ഓഫീസർമാരുടെ ആ അന്വേഷണത്തിന്റെ വ്യത്യസ്തതകളാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വളരെ കൃത്യമായിട്ട് ദാമോദരൻ സർക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹം DYSP റിട്ടയർ ആണ്, അഡീഷണൽ സ്റ്റേറ്റ് റിട്ടയർ ആളാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ കൃത്യമായിട്ട് കോടതിയിൽ അവതരിപ്പിച്ചു. രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ 2012 നമ്മൾ വിവാദ നായകനായിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ കേസിൽ വന്ന് കസ്റ്റഡിയിൽ വാങ്ങി ഒരു പ്രതികളെ കാണിച്ച് മൊഴിയെടുക്കാൻ തയ്യാറായില്ല. അതായത് പ്രതികളെ കാണിച്ചു കൊടുത്ത് അദ്ദേഹം ഈ സാക്ഷികളുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ല. ഒരേ സമയത്ത് മറ്റേ 2ാമത് പ്രതിയും കൂടി വിവരം കിട്ടി. 2-5 പ്രതി പറഞ്ഞു 5ാം പ്രതി ഉണ്ടെന്ന് പറഞ്ഞു. 5ാം പ്രതി കൃത്യമായിട്ട് എവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും 5ാം പ്രതിയുടെ കുറ്റസമ്മത മൊഴി എടുക്കാനോ അയാളെ അറസ്റ്റ് ചെയ്യാനോ അയാളെ സാക്ഷികളെ കാണിച്ചു കൊടുത്തു മൊഴിയെടുക്കാനോ ഇദ്ദേഹം തയ്യാറായില്ല. അപ്പൊ കോടതിയുടെ ഈ പറയുന്ന അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ലാച്ചസ് ആണ്. അതല്ല ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ കാണുന്നുണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞ പ്രതിഭാഗം പറയുന്നത് ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഇത്രയും പ്രതികളെ വിചാരണ വേളയിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന ഒരു രംഗം. ആ രംഗത്തിൽ ഈ പ്രതികളുടെ ഒരു മനോഭാവം 10 പേരുണ്ടാവില്ല ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. അവര് വളരെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു കേസിനെ നേരിട്ടത്.
വളരെ, അതായത് സൂരജിനെ കൊന്നതുപോലെ തന്നെ ഞങ്ങൾ കേസിൽ നിന്നും രക്ഷപ്പെട്ടു പോകും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം അവർക്കുള്ളതായിട്ട് അവർ- താങ്കൾക്ക് തോന്നി. കേസ് വിചാരണ മുതൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പൊ ഈ കോടതി ഇത് പറഞ്ഞപ്പോഴോ? പറഞ്ഞപ്പോൾ സമയത്ത് അവരാകെ എല്ലാവരും പെട്ടെന്ന് അപ്സെറ്റായി. മുദ്രാവാക്യം വിളിയും മറ്റേതൊക്കെ ആയിട്ടാണ് കോടതി നമ്മളെ ഏതൊക്കെ കൊണ്ടുവന്നത്. വകുപ്പുകൾ പ്രകാരമാണ് ഇവര് 302 302 ഉണ്ട്. explosive ഉണ്ടോ അതിനകത്ത്? ബോംബ് ഇല്ല, ബോംബില്ല. ആയുധ നിരോധന നിയമം, ആ. കൊലപാതകം, ഉം. പിന്നെ ആയുധം കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക, ഉം. പിന്നെ കൂട്ടം ചേർന്ന് ആക്രമിക്കുക, ഗൂഢാലോചന ഇന്ന വകുപ്പുകൾ പ്രകാരം നിങ്ങൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടു. കണ്ടു. ഈ ശിക്ഷയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് ഈ പ്രതികളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു താങ്കളുടെ ഓർമ്മയിൽ? അവര് ഇത്, അതായത് 2 പ്രതികൾ പറഞ്ഞത്, 2ഉം 5ഉം പ്രതികൾ പറഞ്ഞത് ഭരണസ്വാധീനം കൊണ്ട് വടകര ഒരു കേസിൽ, TP കേസിൽ എന്നെ പെടുത്തി. 2ാം പ്രതി പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കളവായിട്ട് ഉണ്ടാക്കിയിട്ടാണ് എന്നെ ഈ കേസിലേക്ക് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു. 5ാം പ്രതിയും പറഞ്ഞു എനിക്ക് യാതൊരു ബന്ധമില്ല, അയാളുടെ കുറ്റസമ്മത മൊഴി വെച്ചിട്ടാണ് എന്നെ ഈ കേസിൽ പ്രതിയാക്കിയെന്ന് പറഞ്ഞു. എനിക്കിത് ബന്ധമില്ല, ഇവര് രാഷ്ട്രീയപരമായിട്ട് എന്നെ കേസിൽ പെടുത്തിയാണെന്ന് പറഞ്ഞു 5ാം പ്രതി. അങ്ങനെയാണ് അവര് കോടതിയിൽ ഇത് ചെയ്തത്. നിരപരാധികളാണ്, രാഷ്ട്രീയ വിരോധത്തിൽ ഞങ്ങൾ പ്രതികർത്തിയാണ്, ആദ്യം മുതലേ പ്രതികർത്താണെന്ന് പറഞ്ഞു. എല്ലാവരുടെയും ധാരണ എന്ന് വെച്ചാൽ FIR പ്രകാരം ഷംസു മുതൽ പേര്, ഷംസുവും ശ്യാമളെന്ന ഓട്ടോറിക്ഷയിൽ വന്ന 5 പേര്. അപ്പൊ ഷംസു മരിച്ചുപോയി, ശ്യാമളെന്ന ഓട്ടോറിക്ഷ ഉണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ ശ്യാമളെന്ന ഓട്ടോറിക്ഷ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് എവിഡൻസ് കൃത്യമായി അന്ന് പോലീസ് സീഷ് ചെയ്ത് ഹാജരാക്കിയതാണ് ഇതിൽ ഗുണകരമായത്. കോടതി എങ്ങനെയാ അതിന്റെ പണിഷ്മെന്റ് എങ്ങനെയായിരുന്നു? അതിന്റെ വിധി സെന്റൻസ് എന്തൊക്കെയായിരുന്നു? ജീവപര്യന്തം തടവും പിഴശിക്ഷയായിരുന്നു വിധിച്ചത്. ഒറ്റ വകുപ്പാണോ? അല്ല, എത്ര ശിക്ഷ ഉണ്ടായിരുന്നു? മൊത്തം എല്ലാ വകുപ്പുകളിലും ശിക്ഷയുണ്ടായിരുന്നു. മൊത്തം എത്ര ശിക്ഷ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. 302 പ്രകാരം ജീവപര്യന്തവും, 4 പേർക്ക് കോൺസ്പിറസി ഉള്ളവർക്ക് 120B റെഡ് വിത്ത് 302 പ്രകാരം ജീവപര്യന്തവും, 11ാം പ്രതിക്ക് 3 വർഷം കഠിന തടവുമാണ് വിധിച്ചത്. പിഴയുണ്ടായിരുന്നു. ഏകദേശം 1 ലക്ഷം വീതം ഓരോ ആൾക്കാർക്കും പിഴയുണ്ടായിരുന്നു. പിഴ അടച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം അധികം തടവ്, ആ പിഴ തുകക്ക് സമാനമായിട്ടുള്ള. ഈ ശിക്ഷ സസ്പെൻഡ് ചെയ്യാനൊന്നും പറ്റൂല്ലോ, ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. ശിക്ഷ അനുഭവിച്ചു. ഇപ്പൊ അത് ഹൈക്കോടതിയിലാണുള്ളത്. ഹൈക്കോടതിയിലാണുള്ളത്. ഹൈക്കോടതി അവര് ഇല്ല, അതെ, ചില പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടാവാം, കിട്ടിയിട്ടുണ്ടാകാം. അതിന്റെ ഹൈക്കോടതിയിൽ അവര് അപ്പീൽ കൊടുത്തു. നിങ്ങൾക്ക് നോട്ടീസ് വന്നോ? നമുക്ക് നോട്ടീസ് സർക്കാരാണ് കക്ഷിയാവുന്നത്. എന്റെ റോൾ അവിടെ കഴിഞ്ഞു. എന്റെ റോള് കഴിഞ്ഞു. ആ കേസ് നടത്തിയതിൽ നിന്ന് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നിങ്ങളുടെ ഒരു അനുഭവം എന്താണ്? കാരണം ഞാൻ വളരെ ദുർഘടമായ, വളരെ വിഷമം പിടിച്ച ഒരു കേസ്, ഒരിക്കൽ പോലും ഒരാൾ പോലും, കേസെടുക്കുന്ന ഒരാൾ പോലും ഇത് ശിക്ഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ഒരു കേസ്. ആ കേസ് വളരെ സൈലന്റ് ആയിട്ട്, ഞാനൊരു കേസിന്റെ എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ കേസ് നടത്തുമ്പോൾ അതിന് അനാവശ്യമായി പബ്ലിസിറ്റി കൊടുക്കാതെ, അതിന് വാർത്താ മാധ്യമം ഇതൊന്നും കൊടുക്കാതെ നമ്മൾ കൃത്യമായി അതിലേക്ക് കൊണ്ടുവരാം. ഈ കൂടുതൽ കേസ് വിവാദമാകുമ്പോൾ അതിനനുസരിച്ച് സാക്ഷികൾ സ്വാധീനിക്കപ്പെടാനും അതിനനുസരിച്ച് അതിൽ പാളിച്ചകൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സാവധാനത്തോടെയും വളരെ പക്വതയോടുകൂടിയും വളരെ മിതത്വത്തോടുകൂടിയും ആണ് ഞാൻ ഈ കേസ് കൈകാര്യം ചെയ്തത്. പഠനത്തിനെടുത്ത ആ കേസിന്റെ ഫയൽ പഠനത്തിനെടുത്ത രീതികൾ എന്തായിരുന്നു? നിങ്ങളൊരു പ്രോസിക്യൂട്ടർ എന്ന നിലക്ക് നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. അതെ, ഒരു കുട്ടി, ഞാൻ അതാത് ദിവസം പോലീസ് അന്വേഷിച്ച CD-യിൽ അവർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ കൈകൊണ്ട് എഴുതി തയ്യാറാക്കി. അതാത് ദിവസത്തെ, അങ്ങനെ ഓരോ ദിവസത്തെ അന്വേഷണത്തിന് നാൾവഴികൾ മുഴുവൻ ആദ്യം എഴുതി തയ്യാറാക്കും. അങ്ങനെ എനിക്ക് ആ CD-യുടെ ക്രക്സ് മുഴുവൻ ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതും, മനസ്സിലേക്ക് പതിയും. നമ്മൾ ഒരു ഫയൽ എഴുതുമ്പോൾ നമ്മൾ വായിക്കുന്നതിനെക്കാട്ടി ഡബിൾ എഫക്റ്റ് ഇട്ട് നമ്മൾ എഴുതുമ്പോൾ, അങ്ങനെ കൈകൊണ്ട് എഴുതി അത് കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്ത് സാക്ഷികളെ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന് നോട്ട്സ് കൊടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട്, ആദ്യം മുതൽ എനിക്ക് കേസിന്റെ ഗുണം കിട്ടിയ ഈ ദാമോദരൻ CI, അദ്ദേഹം കേസിന്റെ വിചാരണ തുടങ്ങുന്ന അന്ന് മുതൽ എൻ്റെ ഓഫീസിൽ വരും. റിട്ടയർ ചെയ്തിട്ട് അയാൾ വന്നു. ഞാൻ പറഞ്ഞു, സാർ വരണം, താങ്കൾ വരണം, എനിക്ക് ഈ കേസിൽ. കാസർഗോഡ് നിന്ന് വന്നു. അതൊരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്. ഒരു ദിവസം പോലും മുങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും വന്നു കോടതിയിലിരുന്ന് കൃത്യമായി ഫയൽ പഠിച്ച് കൃത്യമായി എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്ന് എൻ്റെ കൂടെ സഹകരിച്ചു. വാദപ്രതിവാദത്തിനിടയിൽ CK ശ്രീധരൻ എന്ന കേരളം അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകനോട് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ടോ?
അദ്ദേഹം ട്രാക്ക് മാറി, അദ്ദേഹം ചില പൊളിറ്റിക്കൽ ഡിസിഷനൊക്കെ എടുത്ത് ട്രാക്ക് മാറിയ സമയത്തല്ലേ ഈ കേസ് അദ്ദേഹം ഏറ്റെടുത്തത്? അതെ 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 അല്ലേ? അതെ അത് കേരളം ചർച്ച ചെയ്തൊരു അതെ അതെ സംഭവം. അന്ന് CK ശ്രീധരൻ ആ സമയത്ത് UDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് വരെ വന്ന ആളാണ്. വന്നയാളാണ്. അദ്ദേഹം ട്രാക്ക് മാറി, അദ്ദേഹം ഇപ്പുറത്ത് ചാടുന്നു, എന്നിട്ട് ഈ കേസ് ഫയലുകൾ അദ്ദേഹത്തിലേക്ക് വരുന്നു എന്നാണ് അതെ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ അതെ അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനോട് കോടതിയിൽ, ഓപ്പൺ കോടതിയിലുള്ള ഏറ്റുമുട്ടൽ രംഗങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും നിങ്ങളും അത്യാവശ്യം ക്ഷുഭിതനാകുന്ന ഒരാളാണ്, അല്ല ഞാൻ അദ്ദേഹവും ഇടയ്ക്ക് ക്ഷുഭിതനാകുന്ന ആളാണ്. അല്ല ഞാൻ ക്ഷുഭിതനാവുക എന്ന് പറയുന്നത് അതൊരു നൈമിഷികമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം താങ്കൾ പലപ്പോഴും ചൂടാന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കോടതിയിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സാക്ഷികളെ പ്രോസിക്യൂഷൻ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു സാക്ഷി വിസ്താരത്തിൽ നമ്മൾ ഒരിക്കലും ചൂടാവാറില്ല. ഞാൻ ചിരിച്ചുകൊണ്ടായിരുന്നു ഞാൻ ക്രോസ് ചെയ്യാറ്. കാരണം അതിൻ്റെ അഡ്വാൻറ്റേജ് സാക്ഷികളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരെ നമ്മുടെ അടുത്ത ആളായി കണ്ട് അവരിൽ നിന്ന് നമ്മുടെ ആൻസർ എടുക്കും. ഞാൻ ക്രോസ് വിസ്താര സമയത്ത്, അതേസമയത്ത് പ്രോസിക്യൂഷൻ സമയത്ത് ഞാൻ കുറച്ചുകൂടി വിജിലന്റ് ആണ്, ഞാൻ കുറച്ചുകൂടി ഇത്ര സീരിയസ് ആയിരിക്കും. കാരണം പ്രോസിക്യൂഷൻ സമയത്ത് എല്ലാം ലാച്ചസേ ഉണ്ടാവുള്ളൂ, പോരായ്മകളെ ഉണ്ടാവുള്ളൂ CD-യിൽ. ആ സമയത്ത് നമ്മൾ സാക്ഷികളെ കുറച്ച് സ്ട്രോങ് ആയിട്ട് കോടതിയിൽ നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ സാക്ഷികളെ കറക്റ്റായിട്ട് ആൻസർ ഉണ്ടാൻ പറ്റും. കാരണം പ്രതിഭാഗത്തിൻ്റെ ചോദ്യങ്ങൾ വരുമ്പോൾ, കൺഫ്യൂസ് ചെയ്യുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ഇടപെടുക, അപ്പം അത് ഇത് ചെയ്യുക. സാക്ഷികളെ പേടിപ്പിക്കുന്ന രീതിയിൽ വരുന്ന സമയത്ത് പേടിപ്പിക്കുക, ആ സമയത്ത് അതിൽ ഇടപെടുക. അങ്ങനെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ദാമോദരനെ അദ്ദേഹം CK സാർ ഒന്ന് വല്ലാണ്ട് പേടിപ്പിച്ചു. മിസ്റ്റർ ദാമോദരൻ, നിങ്ങൾ കളവ് പറയരുത് കോടതിയിൽ വന്നിട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കള്ളമാണ് പറയുന്നത്, നിങ്ങൾ പ്രോസിക്യൂട്ടർ പഠിപ്പിച്ചു തന്നതിനനുസരിച്ച് കള്ളമാണ് പറയുന്നത് വെച്ചാൽ വളരെ ദേഷ്യത്തോടെ അദ്ദേഹത്തിന്റെ രീതിയിൽ ഏറ്റവും പറഞ്ഞു. ഞാൻ പറഞ്ഞു, സർ ഇത് ശരിയല്ല, ഈ സ്കോട്ട് വിറ്റ്നസ് ആണ്, റിട്ടയർഡ് ഓഫീസറാണ്, അദ്ദേഹം സ്റ്റേറ്റിന് വേണ്ടി സംസാരിക്കുകയാണ്, സാറിനെ ഭീഷണിപ്പെടുത്തിയിട്ട് മൊഴി പറയിക്കേണ്ട ആളല്ല അദ്ദേഹം. ജഡ്ജി ഇന്റർഫിയർ ചെയ്തു. മിസ്റ്റർ ശ്രീധരൻ, പിന്നെ സാക്ഷികളുടെ രീതി, അയാൾ എൻ്റെ വിറ്റ്നസ്സാണ്, കോടതിയുടെ വിറ്റ്നസ്സാണ്, താങ്കൾക്ക് അനുകൂലമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയോ പേടിപ്പിക്കുകയോ ചെയ്യുന്ന രീതി എൻ്റെ കോടതിയിൽ ഞാൻ അനുവദിക്കില്ല എന്ന് സാറ് പറഞ്ഞു. പക്ഷെ അതിക്കച്ചാൽ അത് സാറ് നിസാർ മതി. കാരണം CK സാറ്, ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞു, ഇതൊക്കെ വെച്ചാൽ അതായത് ഈ ടെമ്പർ കാണിക്കുന്നതൊക്കെ വെച്ചാൽ ഇതൊക്കെ ഒരു അഭിനയമാണ്. അത് ഒരിക്കലും എന്ന് വെച്ചാൽ ടെമ്പർ പോയിട്ടില്ല. അപ്പം നമ്മളായാലും കോടതിയിൽ നിന്ന് ചില സമയത്ത് ഇതാക്കുന്നതൊക്കെ ഒച്ചപ്പെടുക്കുകയും ചില സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ അതൊരു ടെക്നിക്കാണ്. അതായത് സാക്ഷികളുടെ സൈക്കോളജി, സാക്ഷികളുടെ മനഃശാസ്ത്രം പെട്ടെന്ന് അവർ കൺഫ്യൂസ് ഉണ്ടാക്കുക. ഒരു സാക്ഷിക്ക് ഒരു അരമണിക്കൂർ സമയം കോർട്ടിൽ നിൽക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ മനസ്സിങ്ങനെ പാളിക്കൊണ്ടിരിക്കും, എന്താണ് അടുത്തതെന്ന്. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ അദ്ദേഹത്തിനെ ഒന്ന് ഇത് അഗ്രസീവായിട്ട് വരുമ്പോൾ ചില സമയത്ത് അയാൾ കൂടുതലായിട്ടും ചില സമയത്ത് പേടിച്ചിട്ട് പിന്നെ നെർവസ് ആയി പോകും. അങ്ങനെയൊക്കെ വിഷയങ്ങൾ താങ്കൾ പറയുന്നത് ശാസ്ത്രീയ തെളിവുകളും വന്നിരുന്നു, ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. ശാസ്ത്രീയ തെളിവുകൾ, ഫോറൻസിക് റിപ്പോർട്ടിൽ ബ്ലഡ് സെൻസ്, ആരാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്? ആരായിരുന്നു അത്? അന്ന് സർജൻ ആയിരുന്നു, ഇവിടെ ഒരു സിവിൽ സർജൻ ആയിരുന്നു. അദ്ദേഹം ഒരു എക്സ്പെർട്ട് ആയിരുന്നില്ല. അദ്ദേഹം അന്ന് പോലീസ് സർജൻ ഇല്ല, ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു അന്ന് ഗവൺമെന്റ് ആശുപത്രിയിലെ. ഇതിനകത്ത് വേറെ സയന്റിഫിക് എവിഡൻസുകളുടെ എണ്ണം കുറവായിരുന്നു, അതോ സയന്റിഫിക് എവിഡൻസുകൾ? സയന്റിഫിക് എവിഡൻസ് എന്ന് പറയാൻ സയന്റിഫിക് എവിഡൻസ് ഓട്ടോപ്സി എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇവരെ കണക്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഗൂഢാലോചനയും കൃത്യത്തിൽ പങ്കെടുത്ത 2 പ്രതികളൊഴികെ എല്ലാവരുടെയും പേരുവിവരങ്ങൾ കിട്ടുകയും കോടതിയിൽ കൊടുക്കുകയും ചെയ്തു. അതാണ് അന്വേഷണത്തിന്റെ മികവ്. കൃത്യം ഈ 2 പ്രതികളൊഴികെ ബാക്കി 10 പേരുടെ പേരുകളും സംഭവം നടന്ന് 16-ാം തീയതിക്കുള്ളിൽ 12-ാം തീയതിക്കുള്ളിൽ ഏകദേശം 8 പേരുടെ പേര് വന്നു. പിന്നെ ബാക്കി നടന്നോ പ്രതികളുടെ? അതിനിടയിൽ അറസ്റ്റ് നടന്നു. അങ്ങനെയാണ് ആ കേസ് ഗോൾഡൻ ചാൻസ് ആയി മാറുന്നത്, പ്രതികൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ പറ്റിയത്. അതിനെ വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു. താങ്കൾ പി പ്രേമരാജൻ എന്ന സ്റ്റേറ്റിന് വേണ്ടിയാണ് താങ്കൾ ഹാജരായത്, അല്ലാതെ പി പ്രേമരാജൻ എന്ന വക്കീലല്ല. എനിക്ക് പ്രതികളോടോ ആരോടോ എനിക്ക് വ്യക്തിപരമായ വിരോധമോ കാര്യം, ഞാൻ എല്ലാ കേസിലും ഹാജരാകുമ്പോൾ ഇപ്പോൾ ഞാൻ CK സാറ് പറഞ്ഞ പോലെ നമ്മളൊരു പ്രൊഫഷണൽ സ്പിരിറ്റിലാണ്. അല്ല, നമുക്ക് അവിടെ ഇരിക്കുന്ന കൂട്ടിൽ നിൽക്കുന്ന പ്രതിയോട് എനിക്ക് പേഴ്സണൽ വൈരാഗ്യമോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അദ്ദേഹം ഡിഫൻസ് ലോയർ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഞങ്ങൾ തമ്മിൽ വഴക്കൂടാറില്ല വ്യക്തിപരമായിട്ട്. ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അത് കഴിഞ്ഞു. പ്രതികളോട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഈ കടലാസുകളും രേഖകളും തെളിവുകളും മാത്രമേ. താങ്കൾ പ്രതികളുടെ പേരൊന്നും അങ്ങനെ കാര്യമായി പറയുന്നില്ല, കാരണം അവർ ശിക്ഷിക്കപ്പെട്ടു. ഈ ശിക്ഷ വാങ്ങിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്തായിരിക്കും? ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലക്ക്, ഒരു ഗവൺമെന്റിന്റെ നാവാണ് താങ്കൾ, ജനങ്ങളുടെ. ഞാൻ അന്ന്
അന്ന് പത്രക്കാരോട് എന്നോട് ചോദിച്ചു, ചാനലുകാരൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, സർക്കാർ എനിക്ക് എല്ലാവിധ ഡിപ്പാർട്ട്മെന്റ് എല്ലാവിധ സഹകരണങ്ങളും എനിക്ക് തന്നിരുന്നു. ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള രീതിയിൽ ആ കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സന്നാഹങ്ങളും പക്ഷേ എനിക്ക് ഈ തന്നിരുന്നു. പ്രതികളുടെ പാർട്ടിയുടെ സർക്കാർ തന്നെയാണ് അന്നേരം ഉള്ളത്. ആണ്. ആ, പക്ഷെ അവിടെയാണ് നമ്മൾ അവിടെയാണ് നമ്മൾ കാണുന്നത് വെച്ചാൽ സർക്കാരിന്റെ നയം, സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ പ്രാധാന്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഈ താങ്കൾ ഈ പ്രതികൾക്ക് 9 പ്രതികൾക്ക് ഒരു മനുഷ്യനെ പട്ടാപ്പകൽ നട റോഡിലിട്ട് മഴുകൊണ്ട് വെട്ടി കീറി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ഇനിയൊരു കൊലപാതകം കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിൽ നടക്കരുത്. രാഷ്ട്രീയ കൊലപാതകം ഒരു കൊലപാതകം നടക്കരുത്. കാരണം ഞാൻ 2000-ലാണ് ഞാൻ തലശ്ശേരി കോടതിയിൽ ആദ്യമായി എത്തുന്നത്, 2000-ൽ. ആ സമയം 2012 വരെ കൊലപാതകങ്ങളുടെ പരമ്പരയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഞാൻ പല കൊലപാതക സമയത്ത് ഞാൻ തലശ്ശേരി ടൗണിലുണ്ട്. ആ ഒരു സാഹചര്യം 2017 മുതൽ മാറി വരികയാണ്. ഇപ്പൊ തീരെയില്ല. അപ്പൊ 2025 ഈ കേസിൽ വിധി പറയുന്നതോടുകൂടി ആളുകള്, ഇനി പുതിയ തലമുറ ആളുകള് കൊലപാതകങ്ങൾ ചെയ്യാനും കൊലപാതകങ്ങൾ ഏറ്റെടുക്കാനും തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഉണ്ടാകാനാണ് എൻ്റെ. പ്രേക്ഷകരെ, നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ. എന്തിന് ഇതെല്ലാം വീണ്ടും നിങ്ങളോട് പറയുന്നു എന്നറിയാം. ഓർക്കണം നമ്മൾ ആ പഴയ കാലം, ആവർത്തിക്കാതെ ഇരിക്കണം ആ പഴയ കാലം. നിങ്ങൾ മനുഷ്യരെ ഇങ്ങനെ വെട്ടിക്കൊല്ലാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആലോചിക്കണം, എവിടെയെങ്കിലും ഒരു തരി തെളിവ് എവിടെയെങ്കിലും മറഞ്ഞിരിക്കും. ശ്യാമളൻ എന്ന പേരിൽ ഒരു ഓട്ടോറിക്ഷ മറഞ്ഞിരുന്നത് പോലെ അത് ഇന്നും സ്കെൽറ്റനായിട്ട് ആ വീട്ടിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്നും മാഞ്ഞു പോകില്ല. മനുഷ്യരെ നിങ്ങൾക്ക് കൊല്ലാൻ അവകാശമില്ല. എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം. നിങ്ങൾ കൊടുവാളും മഴുവും ബോംബുമായി ഇറങ്ങും, ആലോചിച്ചോ, നിങ്ങളെ തേടി നിയമം വരും. ഒരു പ്രോസിക്യൂട്ടർ ആത്മവിശ്വാസത്തോട് പറയാണ്, സർക്കാർ എൻ്റെ കൂടെ നിന്നു, ഞാൻ വാങ്ങിക്കൊടുത്തു അവർക്ക് ജീവപര്യന്തം. അപ്പം ഇതാണ് ചാർജ് ഷീറ്റിന് പറയാനുള്ളത്. വേണ്ട, നമുക്ക് സ്വസ്ഥമായി ഇവിടെ ജീവിക്കാം. പ്രേക്ഷകർക്കും പങ്കെടുത്ത പ്രേമരായനും നന്ദി, നമസ്കാരം.